എന്തായാലും റൂമറുകളാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും പത്രമാധ്യമങ്ങൾ പോലും ഈ വാർത്ത വലിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്രേക്ഷകരെ ശരിക്കും അതിശയപ്പെടുത്തിയതും. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചത്. മോഹൻലാൽ ഇവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എമ്പുരാനിലേക്ക് പോവുകയും ചെയ്തു. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും വമ്പൻ ചിത്രം, ഏറ്റവും വലിയ ബജറ്റിലുള്ള ഗംഭീര ചിത്രം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ഒരു ക്യാമിയോ റോളിൽ ആണെന്നുള്ള അഭിമുഖങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ചിത്രം അവതരിപ്പിക്കുന്നത് തന്നെ MN എന്ന രീതിയിലാണ്. മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം. അപ്പോൾ ഒരു മുഴുനീള കഥാപാത്രം തന്നെ മോഹൻലാൽ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രം തന്നെ മോഹൻലാൽ ഇതിൽ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തം. ഇമ്പോർട്ടന്റ് എന്നതിനപ്പുറം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ആന്റി ഹീറോയുടെ റോളിലാണ് എത്തുന്നത് എന്നതാണ് ഈ ചിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വില്ലൻ. അത് റൂമറാണ് ഇതുവരെ വന്നതെങ്കിലും പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയായി കൊടുത്തപ്പോൾ പ്രേക്ഷകരും ഒന്ന് ഞെട്ടി. മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ആന്റി ഹീറോ വേഷം ചെയ്യുന്നു എന്നത് ശ്രീലങ്കയിൽ ചിത്രീകരണത്തിന് തുടക്കം കുറിച്ച ചിത്രത്തിന് മോഹൻലാലാണ് തിരി തെളിയിച്ചത്. ഇതാദ്യമായാണ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർക്ക് പിന്നാലെ ഫഹദ് ഫാസിലും ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. 6 ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം ഷാർജയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നയൻതാര ഉടനെ തന്നെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷാഹിൻ സിദ്ദിഖ്, സനൽ അമൻ, രേവതി, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ് തുടങ്ങിയവരോടൊപ്പം മദ്രാസ് കഫേ, പത്താൻ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അഭിനയിക്കുന്നുണ്ട്. കൂടാതെ വലിയ പ്രമുഖരായ ടെക്നീഷ്യന്മാരും ഈ ചിത്രത്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്നു. മോഹൻലാൽ ഒരു വില്ലനായി എത്തുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വാർത്ത. മോഹൻലാൽ വില്ലനായി എത്തുമോ എന്നതും പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ വില്ലത്തരം ഒരു ഹീറോയിക് ഇമേജ് ഉള്ള രീതിയിലാണ് പോകുന്നതെങ്കിലോ അങ്ങനെയും ചില ഡിസ്കഷനുകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറി കഴിഞ്ഞു. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ തന്നെ വലിയ ഹൈപ്പാണ്. ഹരികൃഷ്ണൻസ് ആണ് ഇവരൊന്നിച്ച ഗംഭീര ചിത്രങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. 2020-ലും ഒന്നിച്ചെങ്കിലും ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ ഒന്നിച്ച പോലെ ഒരു ഒന്നിക്കലായിരുന്നില്ല. മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിക്കുന്നു, അതും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ. 2008-ൽ പുറത്തിറങ്ങിയ 2020 എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചത്. 2014-ൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ മമ്മൂട്ടി കോമ്പിനേഷനിലെത്തി വൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമയാണ് 1998-ൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസ്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം നൽകിയൊരുക്കിയ ഹരികൃഷ്ണൻസ് സംവിധാനം ചെയ്തത് ഫാസിലാണ്. മോഹൻലാലിന്റെ ആരാധകർക്ക് വേണ്ടി ഒരു ക്ലൈമാക്സും മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി മറ്റൊരു ക്ലൈമാക്സുമായിരുന്നു ഹരികൃഷ്ണൻസിൽ. മോഹൻലാൽ മമ്മൂട്ടി ആരാധകരെ ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ഹരികൃഷ്ണൻസിന് കഴിഞ്ഞു. ജൂഹി ചൗളയാണ് ചിത്രത്തിൽ നായികാവേഷം ചെയ്തത്. ബോളിവുഡിൽ നിന്നും മറ്റൊരു താരവും ഹരികൃഷ്ണൻസിൽ അഭിനയിക്കുകയുണ്ടായിരുന്നു. സാക്ഷാൽ ഷാറുഖ് ഖാനാണ് ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയിരുന്നത്. ഷാറുഖിനെ വെച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞതാണ്. എന്നാൽ പിന്നീട് നടനെ ഫാസിൽ ഒഴിവാക്കി. ഇതേക്കുറിച്ച് സംവിധായകൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ഫാസിന്റെ വാക്കുകൾ വീണ്ടും ഈ അവസരത്തിൽ ശ്രദ്ധ നേടുന്നുമുണ്ട്. ഒരു സീനിൽ കുഞ്ചാക്കോ ബോബനെ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ജൂഹി ചവള കണ്ട് അന്തം വിട്ടു. ഞാൻ ഒരുപാട് സംവിധായകരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലെന്ന് നടി മമ്മൂട്ടിയോടും മോഹൻലാലിനോടും പറഞ്ഞു. ഇക്കാര്യം ഷാറുഖ് ഖാനും പറഞ്ഞു. ഇത് കേട്ട് ഷാറുഖ് ഈ പടത്തിൽ എനിക്കും ഒരു ചെറിയ വേഷം തരുമോ എന്ന് ചോദിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ഷാറുഖ് ഖാനും ജൂഹി ചവളയെ പിടിച്ച് നിൽക്കുന്ന സ്റ്റില്ല് എടുത്തു വെച്ചു. അവസാനം ഷാറുഖ് ഖാന് ജൂഹി ചവളയെ കിട്ടുന്നതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഷാറുഖ് ഖാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അവസാനം ആളുകൾ പ്രതീക്ഷിക്കും. ഹരികൃഷ്ണൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ ഈ കാസ്റ്റിംഗ് വേണ്ടെന്ന് വെച്ചതാണെന്നും ഫാസിൽ വ്യക്തമാക്കി. ജൂഹിയെ ഷാറുഖ് കൊണ്ടുപോകുന്നത് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസിനും ഇഷ്ടപ്പെടില്ല. മുൻകൂട്ടി കാണാൻ പറ്റുന്ന ക്ലൈമാക്സും ആയി പോകും. ജൂഹിയോട് ഇക്കാര്യം പറഞ്ഞെന്നും ഫാസിൽ അന്ന് ഓർത്തു പറഞ്ഞു. എന്നാൽ ഇനി വർഷങ്ങൾക്ക് ശേഷം ഇനിയൊരു ലവ് സ്റ്റോറി ഒന്നും പറ്റില്ലല്ലോ. പക്ഷേ വരാൻ പോകുന്നത് മറ്റൊരു രീതിയിലുള്ള ഗംഭീര സിനിമയാണ്. അതിൽ മോഹൻലാൽ ഒരു വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സീനുകളിൽ ഏത് ആരാധകർക്കായിരിക്കും കൂടുതൽ ഗൂസ്ബംപ് നൽകുന്ന മൊമെന്റുകൾ ഉണ്ടാകുക എന്നതാണ് പലരും ചോദിക്കുന്നത്. 2020-ലെ തർക്കങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലോ. ഏതായാലും ഗംഭീരമായ ഒരു സിനിമ തന്നെ പിറക്കട്ടെ എന്നും അത് ഗംഭീരമായ രീതിയിൽ മഹേഷ് നാരായണൻ ഒരുക്കട്ടെ എന്നും ആശംസിക്കുകയാണ് പ്രേക്ഷകരും.